ചില ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ലേ, പ്രത്യേകിച്ച് ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക് പ്രധാനമാണ്. ആ ശിവലിംഗത്തിൻ്റെ പുറകിൽ മേൽശാന്തി കൊണ്ട് ഒരു തിരിയേ വയ്ക്കുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 12 തിരി കാണാം. ഒരൊറ്റ തിരി 12 കാണണു. കാരണം എന്താ? 12 കണ്ണാടി കഷണങ്ങൾ, മിററിൻ്റെ 12 പീസ് ഉണ്ടാവും. അതുകൊണ്ടാണ് 12 കാണണേ. അപ്പോൾ ഒരൊറ്റ തിരി 12 കാണുന്നത് പോലെ എന്നേ പറയാൻ പറ്റുള്ളൂ, കാണുന്നതല്ല, സത്യമല്ലാതെ. ഒരൊറ്റ തിരി 12 കാണുന്നത് പോലെ, ഒരേ സൂര്യൻ പല സൂര്യന്മാരുണ്ട് എന്ന് തോന്നുന്നത് പോലെ, ഒരേ ഈശ്വരൻ പലതായിട്ട് തോന്നുന്നു. നമ്മുടെ ശരീരത്തിന് മാത്രമേ ഷേപ്പിൽ വ്യത്യാസമുള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മണ്ണ് കൊണ്ടുള്ള പാത്രം. മണ്ണ് കൊണ്ട് കുഴച്ച് കുലാലൻ പോട്ടർ എന്ന് പറഞ്ഞ ഒരാൾ മണ്ണ് കുഴച്ച ഒരു പാത്രമുണ്ടാക്കി. വലിയ വയറും ചെറിയ വായയും. അതിന് നമ്മളെന്താ പറയുക? കുടം എന്ന് പറയും. ആ പാത്രത്തിൻ്റെ വായ വലുതായാലോ നമ്മൾ പേര് മാറ്റി കലം എന്നാക്കി. വളവും മണ്ണൊക്കെ ഇട്ടിട്ട് റോസാ ചെടി വളർത്തുന്ന പാത്രമാക്കിയാലോ നമ്മൾ വീണ്ടും പേര് മാറ്റി ചട്ടി എന്നാക്കി. സന്ധ്യാസമയത്ത് ഇവിടെ എണ്ണയും തിരിയുമിട്ട് കത്തിക്കുന്ന ചെറിയ പാത്രമാക്കിയപ്പോൾ നമ്മൾ വീണ്ടും പേര് മാറ്റി ചരാത്. കുടവും കലവും ചട്ടിയും ചരാതും എന്താ വ്യത്യാസം? ഷേപ്പിലുള്ള വ്യത്യാസം, ഉപയോഗത്തിലുള്ള വ്യത്യാസം. റോസാച്ചെടി നടാനായിട്ട് വലിയ പാത്രമാക്കിയപ്പോൾ നമ്മൾ ചട്ടി എന്ന് വിളിച്ചു. എണ്ണയും തിരിയിട്ട് കത്തിക്കാൻ നേരത്ത് ചെറിയ പാത്രമാക്കിയപ്പോൾ നമ്മൾ ചരാതെന്ന് വിളിച്ചു. ചട്ടി പൊട്ടിയാലും ചരാത് പൊട്ടിയാലും മണ്ണ് തന്നെയാവുള്ളൂ, അല്ലേ? അപ്പോൾ മൺപാത്രങ്ങളിൽ മണ്ണ് എന്നതുപോലെ. മറ്റൊരു ഉദാഹരണം പറയാം, ആഭരണങ്ങളിൽ സ്വർണം പോലെ. നമ്മൾ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ചെന്ന് 10 പവൻ്റെയോ 5 പവൻ്റെയോ കഴുത്തിലിടാനൊരു ആഭരണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേര് മാല. കുറച്ച് കഴിയുമ്പോൾ തോന്നി അത് ഉരുക്കി അരയിൽ കെട്ടാം. അപ്പോൾ അരയിൽ കെട്ടാൻ നേരത്തൊരു ആഭരണമാക്കിയപ്പോൾ നമ്മളതിന് അരഞ്ഞാണം എന്ന് പറഞ്ഞു. അത് വേണ്ട, ആ അരഞ്ഞാണം ഉരുക്കി കൈത്തണ്ടം ഇടാനുള്ള ആഭരണമാക്കി. നമ്മൾ പേര് വള എന്നാക്കി. കുറച്ച് കഴിയുമ്പോൾ അതും മുഴിഞ്ഞു. ഈ കൈമ കിടക്കണ വള വേണ്ട, കാലുമ ഇട്ടാൽ മതി, പാദസരം എന്നാക്കി. അപ്പോൾ ഈ വളയും മാലയും മോതിരവും ഒഡ്യാണവും പാദസരവും തമ്മിൽ എന്താ വ്യത്യാസം? ഷേപ്പിലുള്ള വ്യത്യാസം, ഉപയോഗത്തിലുള്ള വ്യത്യാസം, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതെപ്പോഴാണ് നമുക്കറിയാം? നമ്മുടെ ജീവിതത്തിൽ ബാങ്കിൽ പണയം വയ്ക്കാൻ ചെല്ലുമ്പോൾ, അല്ലേ, നമ്മുടെ വളയാണോ മാലയാണോ മോതിരാണോ അമ്മൂമ്മയുടെ നെക്ലേസ് ആണോ എന്നൊന്നും അവിടെ ഉരച്ച് നോക്കിയിരുന്ന ആൾക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ഒറ്റ കാര്യം നോക്കുള്ളൂ, വെദർ ഇറ്റ് ഈസ് ഗോൾഡ് ഓർ നോട്ട്. ഇത് സ്വർണ്ണമാണോ അല്ലയോ എന്നേ അയാൾ നോക്കുള്ളൂ. ഇതേപോലെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ദൃഷ്ടി വേണം ലോകത്തിലേക്ക് നോക്കുമ്പോൾ. സകല ചരാചരങ്ങളിലും ഈശ്വരനെ കാണാൻ പറ്റുന്ന ആഭരണങ്ങളുടെ അടിസ്ഥാനം സ്വർണമാണെന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാധാരം ഭഗവാനാണ് എന്നറിയാത്ത കാലത്തോളം യാവൽന ജിജ്ഞാസത ആത്മതത്വം. സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്, ആത്മതത്വമാണെന്നറിയാത്ത കാലത്തോളം നമ്മൾ വേറെ വേറെ വേറെ. ഒരേ ഒരു ഈശ്വരൻ അനേക ചൈതന്യങ്ങൾ, അനേക ശരീരങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ രാമനും കൃഷ്ണനും ഗോവിന്ദനും കല്യാണി സരസ്വതി ഒക്കെ ആയിട്ട് മാറി. ഇതാണ് ഭാരതീയ സംസ്കാരം. നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇതാണ് ഭാരതീയ ഋഷിമാർ നമ്മളോട് പറഞ്ഞത്. ഒന്നേ ഉള്ളൂ, ഏകമേവാദ്വിതീയം ബ്രഹ്മ സർവം ഖല്ലുദം ബ്രഹ്മ. ഇതൊക്കെ ഈശ്വരനാണ്, ഇത് ഈശ്വരനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാവൽഞ്ഞ ജിജ്ഞാസത ആത്മതത്വം. ഈ ആത്മതത്വം അറിയുന്നത് വരെ ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ദുഷ്പ്രവർത്തി ചെയ്താലോ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ശരീരങ്ങൾ മാറി 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 സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഹേ ഉണ്ണികളെ, പ്രീതിർനയാവന്മയു വാസുദേവേ ഏവം മന കർമ്മവശം പ്രയുക്തേ അവിദ്യയാ. അവിദ്യ കൊണ്ട്, അജ്ഞത കൊണ്ട്, ഇഗ്നറൻസ് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, മായ കൊണ്ട് മനസ്സ് മൂടപ്പെടുമ്പോൾ എന്തുണ്ടാവണു? യഥാർത്ഥ ആത്മതത്വത്തിനെ അറിയണില്ല.
തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈശ്വരൻ എന്നറിയാത്തത് എന്താ കാരണം? സൂര്യനെ കാർമേഘം വന്ന് മൂടുമ്പോൾ സൂര്യനെ കാണാത്തതുപോലെ ഇരുട്ടടച്ചിട്ട് മഴക്കാലത്ത് കാർമേഘം വരുമ്പോൾ സൂര്യനെ നമ്മൾ കാണുന്നില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാൻ പറ്റുമോ? നട്ടുച്ച 12 മണിയാണ്, സൂര്യനെ കാണുന്നില്ല. പക്ഷേ നമ്മൾ ആരും പറയാറില്ല സൂര്യൻ അസ്തമിച്ചു എന്ന്. ഇതുപോലെ നട്ടുച്ച 12 മണിക്ക് സൂര്യനെ കാണാതെ കാർമേഘം വന്ന് മൂടുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനസൂര്യനെ ഇഗ്നറൻസ്, അജ്ഞതയാകുന്ന, അവിദ്യയാകുന്ന, മായയാകുന്ന ആവരണം വരുമ്പോൾ നമുക്ക് ആ ഭഗവാനെ മനസ്സിലാക്കണില്ല. അതുകൊണ്ട് പ്രീതർന്ന യാവൽമയി വാസുദേവേ, വാസുദേവനായിരിക്കുന്ന എന്നിൽ പ്രീതിയില്ലാത്ത കാലത്തോളം, 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു പ്രീതിർന്ന യാവൽമയി വാസുദേവേ. ആ വാസുദേവ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. എന്താ വാസുദേവൻ? വസനാൽ സർവഭൂതാനാം വസുത്വാൽ ദേവയോനിത വാസുദേവ ഇത് പ്രോക്ത. ആരാ വാസുദേവൻ? സകല ചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വാസുദേവൻ എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ പറയുക വസുദേവസുതം ദേവം എന്നാ പറയുക. വസുദേവരുടെ പുത്രനായതുകൊണ്ട് ഭഗവാനെ വാസുദേവൻ എന്ന് വിളിക്കണു. അതല്ല അതിൻ്റെ യഥാർത്ഥാർത്ഥം. സമാധി ഭാഷ വസനാൽ സർവഭൂതാനാം, സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വാസുദേവൻ. അപ്പോൾ വാസുദേവനായിരിക്കുന്ന എന്നിൽ പ്രീതി ഉണ്ടാകാത്ത കാലത്തോളം എന്ന് പറഞ്ഞാലോ സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്നറിയാത്ത കാലത്തോളം എന്നർത്ഥം. സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് അറിയാത്ത കാലത്തോളം, വാസുദേവനായിരിക്കുന്ന ഞാൻ എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയാത്ത കാലത്തോളം ഇവിടെ നിന്ന് രക്ഷയുണ്ടാവണില്ല കുട്ടികളെ. ഇങ്ങനെ ഋഷഭയോഗീശ്വരൻ്റെ ഉപദേശം പറയാൻ പോയാൽ മണിക്കൂറുകൾ നീണ്ടുപോകും. അപ്പോൾ ചുരുക്കത്തിൽ സകല ചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹജീവികളെ സ്നേഹിക്കാൻ മൈത്രിയാച്ച അഖില ജന്തുഷു എന്ന് ഇന്നലെ ധ്രുവനോട് മുത്തച്ഛനായ സ്വയംഭുവ മനു പറഞ്ഞതുപോലെ സകല ചരാചരങ്ങളോടും സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന രീതിയിൽ പെരുമാറാൻ പറ്റണം. മോഡേൺ സയൻസും അത് തന്നെയാണ് പറയണത്.